അനുജത്തിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് തന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇരിക്കുന്ന ഓരോ ആളുകൾക്കും 2 കിഡ്നികളുണ്ട്. സ്വാഭാവികമായും എല്ലാവർക്കും 2 കിഡ്നികളാണ് ഉണ്ടാവുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കിഡ്നിയിൽ 10 ലക്ഷം മരിപ്പുകളാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് റിസർച്ച് ചെയ്ത് നോക്ക്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. 10 ലക്ഷം അരിപ്പകളാണ്. ഞാനിപ്പോ ഇവിടെ ഇരുന്നിട്ട് 2 ബോട്ടിൽ വെള്ളം കുടിച്ചു. ആ ബോട്ടിൽ വെള്ളം ഇപ്പൊ 10 ലക്ഷം അരിപ്പകൾ അരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 10 ലക്ഷം അരിപ്പകൾ, ഒരു അരിപ്പയല്ല, 1000 അരിപ്പയല്ല, 10 ലക്ഷം അരിപ്പകൾ അരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ബ്ലഡിലേക്ക് വേറെ, യൂറിനിലേക്ക് വേറെ, പ്ലാസ്മയിലേക്ക് വേറെ, ഗ്ലൂക്കോസിലേക്ക് വേറെ, വ്യത്യസ്തമായി ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റേതായ അംശങ്ങൾ ഓരോന്നിലേക്കും പറഞ്ഞയച്ച് യൂറിനായി, ബ്ലഡിനെ ബ്ലഡായി, ബ്ലഡിലെ WBC ആയി, RBC ആയി, അതിന്റെ കോമ്പിനേഷനായി, ഇങ്ങനെ ഓരോന്നിനെയും കൊണ്ടു നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിയേകിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മളൊരു ചെറിയ ഒരു ഭക്ഷണാംശങ്ങളെ ഏതെങ്കിലും ഒരു മിക്സിയിലേക്ക് ഇട്ടാൽ ആ മിക്സിയുടെ ശബ്ദം എത്രയായിരിക്കും അതൊന്ന് പൊടിച്ചരച്ച് ശരിയാക്കാൻ. നമ്മളൊന്ന് ഉച്ചക്കം കഴിച്ച് ബിരിയാണി, അല്ലെങ്കിൽ ഉച്ചക്കം കഴിച്ച് ഭക്ഷണം, ഇറച്ചി കഴിച്ച്, കോഴി കഴിച്ച്, ഇതൊക്കെ കഴിച്ചിട്ടും ഇത് ഒന്ന് ദഹിക്കുന്നതോ, ഇതൊന്ന് അതിന്റെ ഉള്ളിലിട്ട് അരയുന്നതോ ശബ്ദം പോലും പടച്ചവൻ പുറത്തേക്ക് കേൾപ്പിക്കുന്നില്ല. ഇത്ര ആധുനിക ടെക്നോളജി വന്നിട്ട് പോലും, ഇത് എത്ര കാലം മുമ്പ് തുടങ്ങിയതാ. ഇത് 2025 AI വന്നിട്ട് പോലും അരക്കുന്ന മെഷീൻ, അഥവാ ഈ കാണുന്ന സാധനത്തിന്റെ ശബ്ദം കുറച്ച് കുറഞ്ഞു എന്നല്ലാതെ തീരെ ശബ്ദമില്ലാത്ത സാധനം വന്നിട്ടില്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇതെല്ലാം കിടന്നിട്ട് അരക്കുകയും ചവക്കുകയും ഒക്കെ ചെയ്തിട്ടും പുറത്തേക്ക് അറിയിക്കാതെ നമ്മുടെ ഉള്ളിൽ ഇത് ചെയ്യുന്നവനാര്? നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ ഈ കണ്ണിലുണ്ടല്ലോ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ക്യാമറകളുടെ, ഏറ്റവും ശക്തമായ ക്യാമറകളുടെ ഫ്ലാഷ് ആണ് തന്നിട്ടുള്ളത്. ഒരു സാധനം കാണുമ്പോൾ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ആ കാണുന്ന വൈറ്റ് ബോർഡ് നമ്മൾ കാണുന്നു. ആ വൈറ്റ് ബോർഡിന്റെ ജനൽപാളി കാണുന്നു. ആ ജനൽപാളിയുടെ അടിയിൽ പെയിന്റിംഗ് അടിച്ചിട്ടില്ല എന്ന് 48 വയസ്സായിട്ടും ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ചയുണ്ടല്ലോ പടച്ചവൻ നമുക്ക് തന്ന കാഴ്ച, കണ്ണട വെക്കാതെ നമുക്ക് തന്ന കാഴ്ച. അത് പെയിന്റ് അടിച്ചിട്ടില്ലെന്നും, ആ പെയിന്റ് എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഗ്രേ കളറാണെന്നും, അതിന്റെ ഈ മൂലയിൽ ഒരു ചെറിയ കുത്തുണ്ടെന്നും, ആ കുത്തിന്റെ ഇപ്പുറത്ത് ഒരു ബൾബിന്റെ ശിഖരമുണ്ടെന്നും, ഇവിടെ നിന്ന് കാണുന്നത് പോലെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങളെ കാണാനുള്ള ശേഷിയും തന്ന്, അതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന സൂര്യനെ കാണാനുള്ള ശേഷിയും തന്ന്, ഇത്ര ശേഷികളെല്ലാം നമുക്ക് തരുന്നത് ലക്ഷക്കണക്കിന് ക്യാമറകൾ നമ്മുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്തത് കൊണ്ടാണ്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നില്ലേ? ഇതെല്ലാം നമ്മുടെ ഉള്ളിലല്ലേ? ആ ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകേണ്ടത്. ആ വിശ്വാസമില്ലാതെ എന്നിട്ട് നമ്മൾ പോയിട്ടും കാര്യമില്ല. അല്ലാഹുവിലായിരിക്കണം നമ്മൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അല്ലാഹുവിൽ തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാ ദിവസവും ഫാത്തിഹ നമ്മൾ ഓതുന്നു, അറ്റ്ലീസ്റ്റ് 17 പ്രാവശ്യമെങ്കിലും ഓതുന്നു. ആ 17 പ്രാവശ്യം ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക സംരക്ഷകനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറയുമ്പോ എന്താണ് ഈ സർവ്വലോകം? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ ലാഹൂത്തും ജബറൂത്തും മലകൂത്തും മലമൂത്തും മാലമുൽ അംറും മാലമുൽ മിസാലും മലഉൽ അലയും എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മലക്കുകളുടെ വലിപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഇതിനെയെല്ലാം അധിപനായി കൊണ്ട് നടക്കുന്ന അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ അല്ലാഹുവിനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കേണ്ടത്. ആ അല്ലാഹുവിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ എപ്പോഴും സമയം കണ്ടെത്തേണ്ടത്. ഇന്ന് അല്ലാഹുവല്ലാത്ത എല്ലാം നമ്മുടെ ചർച്ചയാണ്. ആ ചർച്ചയുടെ പ്രകാശകിരണങ്ങൾ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മലക്കിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വലിപ്പം ഹദീസിൽ അല്ലാഹു പറയുന്നുണ്ട് 600 ചിറകിന്റെ വലിപ്പമാണ്. 600 ചിറകുകളുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക്. അതിൽ ഒരു ചിറക് വിരിക്കുമ്പോഴേക്കും ആകാശം മൂടിപ്പോകുമെന്ന്. അത്രയും വിശാലതയിലുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് റസൂൽ ചോദിക്കാണ്, നിങ്ങൾ എന്റെ അല്ലാഹുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്റെ അല്ലാഹുവിനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് 600 ചിറകുകളും പടച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, എനിക്കും എന്റെ അല്ലാഹുവിനും ഇടയ്ക്ക് 70 പ്രകാശത്താലുള്ള മറകളുണ്ട്. അതിൽ ആദ്യത്തെ മറയിൽ ഞാൻ പോയി തൊട്ടാൽ ഐ വിൽ ബേൺ, ഞാൻ കരിഞ്ഞില്ലാതെയായി പോകുമെന്നാണ്. അത്
അഥവാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കരിഞ്ഞില്ലാതെയായി പോകും. ഇത്രയും വലിയ പ്രകാശദാവല്യത്തിന്റെ പേര് കൂടിയാണ് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മിസ്ലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു തന്നെ പറയാണ്, നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രജ്വല പ്രകാശമാണ് അല്ലാഹ്. ആ പ്രകാശത്തിലേക്ക് ഏത് മലക്ക് വന്നാലും കരിയും, ഏത് ജിന്ന് വന്നാലും കരിയും, ഏത് മനുഷ്യൻ വന്നാലും കരിയും. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കേണ്ടത്, ഈ അല്ലാഹുവിലേക്ക് നമ്മൾ ചെന്ന് ചേരേണ്ടത്. ഈ അല്ലാഹു പറഞ്ഞയച്ച 1,24,000 വരുന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് 4 വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഈ പറയുന്നത്. 4 വഴികളാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ 4 വഴികളാണ് നമ്മൾ റമദാനിൽ കൊണ്ട് നടക്കേണ്ടത്. അതിൽ എത്രത്തോളം നമുക്ക് പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്പർ 1, എല്ലാ പ്രവാചകന്മാരും ചെയ്യുകയും എല്ലാ പ്രവാചകന്മാരും തന്റെ വഫാത്ത് വരെ ചെയ്യുകയും ചെയ്ത, നിലനിർത്തുകയും ചെയ്ത എല്ലാ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോഴും അല്ലാഹു എടുത്തു പറഞ്ഞ ഒന്നാണ് പ്രബോധനം. അതാണ് ദഅവത്ത്. നമ്മൾ എത്ര പേര് ചെയ്യുന്നു എന്ന് നമ്മൾ സ്വന്തം ആലോചിച്ച് നോക്കേണ്ടതാണ്. ദഅ സക്കരിയ, ദഅ യഹ്യ, ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ. ഇതൊക്കെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. വിശ്വാസം ആദ്യം പഠിപ്പിച്ചത് സഹാബാക്കൾക്ക് ദഅവത്താണ്. തെളിവ് ഞാൻ പറയാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യത്തെ ദിവസം വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പോയിട്ട് അന്നത്തെ ദിവസം 10-12 ആളുകളെ കൊണ്ടുവന്നു. അതിൽപ്പെട്ടതാണ് തൽഹ, സുബൈർ, എല്ലാ റളിയല്ലാഹു തആല അൻഹും. അവരെല്ലാവരും വന്നു. അതിനുശേഷം പിന്നീട് നടന്ന് പിന്നെയും കുറെ ആളുകളെ കൊണ്ടുവന്നു. അതുകൊണ്ട് എന്തായിന്നറിയോ? പ്രബോധനം ചെയ്തതുകൊണ്ട്, ആദ്യത്തെ പ്രബോധകനായതുകൊണ്ട്, സഹാബാക്കളിൽ ആദ്യത്തെ പ്രബോധകനായതുകൊണ്ട് എല്ലാ സഹാബാക്കളും ഇപ്പുറത്ത് നിന്നാലും ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നെ ഇപ്പുറത്ത് നിന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ ഭാരം കൂടും, അഥവാ ഈമാന്റെ ഭാരം കൂടും എന്നാൽ ആ ഒരു വല്ലാത്ത ഒരു ലോകത്തിലേക്ക് കടന്നു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ സഹാബാക്കളും എന്റെ ഈ താഴ്വാരത്ത് വന്ന് നിൽക്കുകയും ദാ ആ കാണുന്ന മലയിൽ എന്റെ അബൂബക്കർ നിൽക്കുകയും ചെയ്ത റളിയല്ലാഹു തആല ആ അബൂബക്കറിന്റെ കൂടെയായിരിക്കും ഞാൻ ചെന്ന് നിൽക്കുക എന്ന്. കാരണം അവ്വലു മൻ ആബന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ സവ്വജനി അബൂബക്കർ, അവ്വലു മൻ യുദ്ഖിലു മഈ ഇലൽ ജന്നതി യൗമൽ ഖിയാമത്തി അബൂബക്കർ. ആദ്യം എന്നെ കൊണ്ട് വിശ്വസിച്ചത് എന്റെ അബൂബക്കറാണ്. ആദ്യം എന്നിലേക്ക് ആളുകളെ ക്ഷണിച്ചത് എന്റെ അബൂബക്കറാണ്. ആദ്യം എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കുന്നതും അബൂബക്കറാണ്. ആദ്യം എന്നെ കൊണ്ട് സിദ്ദീഖ് അഥവാ സത്യം ചെയ്തതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ആരൊക്കെ ഞാനും നിങ്ങളും എന്തൊക്കെ ചെയ്തുവോ അതിന്റെയും പ്രതിഫലം പോകും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരു വിഹിതം. കാരണം ആദ്യത്തെ പ്രബോധകനാണ്, ആദ്യത്തെ വ്യക്തിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമ്മുടെ അഞ്ചന്മാരെ, നമ്മുടെ ജ്യേഷ്ഠന്മാരെ അവർക്ക് മാതൃകയായി നമ്മൾ നിന്ന് കൊടുക്കലും ദഅവത്താണ്. ഇപ്പൊ ഇതിലൊരു ജ്യേഷ്ഠനുണ്ടെന്ന് വെക്കുക. ചില അഞ്ചന്മാര് പറയും കാക്കാനങ്ങൾ അങ്ങനല്ലേ പറഞ്ഞു, പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കാക്ക നിസ്കരിക്കുന്നത് കാണുന്നില്ല, ഈ കാക്ക നിസ്കരിക്കുന്നത് കണ്ടാലല്ലേ അഞ്ചന്മാർ നിസ്കരിക്കുള്ളൂ. അപ്പൊ അഞ്ചന്മാര് കാക്കാനെ കണ്ട് പഠിച്ചാൽ അതൊരു പ്രബോധനമാണ്, അതൊരു ദഅവത്താണ്. ആ ദഅവത്താണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നടപ്പിലാക്കേണ്ടത്. രണ്ടാമത്തത് ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളെ വിചാരാകെ ഇബാദത്തേ ഉള്ളൂ ഈ ലോകത്തിൽ നിന്ന്. മൂന്നാമത്തത് തഅലീം, തഅല്ലും, ഖുർആൻ പഠിക്കലാണ്. ഇവിടെ ഇരിക്കുന്ന എന്റെ എല്ലാ സഹോദരിമാരോടും ഞാൻ പറയും, എന്റെ ഒരു സുഹൃത്തുണ്ട്, ബാബ എന്നാണ് അവന്റെ പേര്. ബാബ ഞങ്ങൾ നാട്ടിലൊക്കെ വിളിക്കാം. ഓരോ വർഷത്തിലും 4000 ആൾക്കാർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഓൺലൈൻ ഖുർആൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നാളെ അതിന്റെ പരിപാടിക്ക് ഞാൻ പോയിരുന്നു. എല്ലാവരും നെക്കാബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അവിടെ സഹോദരിമാരൊക്കെ ഇരിക്കുന്ന 59 വയസ്സായ ഒരു സ്ത്രീ കഴിഞ്ഞ 2 വർഷമായിട്ട് ഹിഫ്ള് ചെയ്തിട്ട് ആ സ്ത്രീനെ ആദരിക്കുക ചടങ്ങിലുണ്ടായി. അതിന് 58-59 വയസ്സായി. എന്നിട്ട് ഇപ്പൊ ഈ 2 കൊല്ലം കൊണ്ട് ഹിഫ്ള് ചെയ്തിരിക്കണം. ഈ ബാവ പഠിപ്പിച്ചു കൊടുത്തതാണ്, പഠിക്കേണ്ട ട്രിക്കിലൂടെ പഠിപ്പിച്ചു കൊടുത്തതാണ്. നമ്മളിപ്പോ യാസീൻ ഓതിയാല് പിന്നിങ്ങനെ മുബീൻ തെറ്റിക്കൊണ്ടിരിക്കും.
പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. മരണ വീട്ടിലൊക്കെ പോയ മല്ലാക്കാന്റെ കൂടാണ് കൂടുതലാണ്. കാരണം മഗ്‌രിബ് കഴിഞ്ഞിട്ട് പിന്നെ ഏത് മുബീനഞ്ഞ് വരുന്നത് നമുക്കറിയില്ല, മറന്നുപോയല്ല. മയ്യത്ത് നിസ്കാരം നമ്മൾ പഠിച്ചതാണ്. പക്ഷെ സ്വന്തം വാപ്പ മരിച്ചു കഴിഞ്ഞാല് അവിടെ ആരാണ് അതിനെപ്പറ്റി നല്ലോണം അറിയുന്ന ഒരു ഉസ്താദ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുക ഇമാമത്തിന്റെ ഉപ്പാന്റെ മയ്യത്ത്. വാപ്പയുടെ മയ്യത്ത് നിൽക്കേണ്ടത് മകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പഠിപ്പിച്ചു. അല്ലാതെ ആരെങ്കിലും പിടിച്ചു നിർത്തലല്ല. തങ്ങന്മാരുണ്ടാവും, ഉസ്താദുമാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പ്രധാനം തന്നെ അവരൊക്കെ. പക്ഷെ മയ്യത്ത് നിസ്കരിക്കാൻ ഏറ്റവും വലിയ പ്രധാനി സ്വന്തം മകനാണ്, മക്കൾക്ക് സ്വന്തം പിതാവാണ്. അപ്പൊ എന്തായിരിക്കും കാരണം? എല്ലാ ദുആയും മറന്നുപോയിട്ടുണ്ടാവും, മയ്യത്ത് നിസ്കാരം എങ്ങനെയെന്ന് മറന്നുപോയിട്ടുണ്ടാവും. പിന്നെ എന്ത് കാര്യം? അതുകൊണ്ട് ഇബാദത്ത് എന്ന് പറയുന്നത് പോലെ തന്നെ ദീന് പഠിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ കാര്യം ഖിദ്മത്താണ്, ആളുകൾക്ക് സേവനം ചെയ്യലാണ്. വഴിയിലുള്ള ഒരു സാധനം എടുത്തിടലും ഖിദ്മത്താണ്. പാവപ്പെട്ട മനുഷ്യന് എന്തെങ്കിലും ദാനം കൊടുക്കലും ഖിദ്മത്താണ്. എല്ലാം ഖിദ്മത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ഒന്നുകിൽ മനുഷ്യന്റെ ജീവിതം ദഅവത്തായിരിക്കണം. ഞാനിപ്പോ ചെയ്യുന്നത് എന്താണെന്നറിയോ? എന്റെ ജീവിതത്തിന്റെ ദഅവത്താണ്. ഞാൻ നിങ്ങളെ ആളുകളെ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ദൗത്യം അവിടെ പൂർത്തിയാവുമെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൺസിഡർ ചെയ്തേക്കാം. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ പ്രബോധനം ചെയ്തുകൊണ്ടേയിരിക്കണം. സ്വന്തം മനുഷ്യന്മാരെ ദഅവത്ത് ചെയ്യണം. സ്വന്തം പെങ്ങന്മാര് മോശത്തിൽ പോകുമ്പോൾ അങ്ങനെ ചെയ്യലടി മോളെ എന്ന സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്ന ഒരാങ്ങളെ ഉണ്ടായിരിക്കണം. ആങ്ങളെ ഏതെങ്കിലും രൂപത്തിലേക്ക് പോകുമ്പോൾ മോനെ നീ അങ്ങനെ പോവല്ലടാ എന്ന് പറയുന്ന ഒരു പെങ്ങളുണ്ടാകണം. സ്വന്തം മക്കളെയെല്ലാം സ്നേഹത്തോടെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് നിങ്ങളെല്ലാവരും ദീനിയായി മാറണേ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉമ്മയുണ്ടാകണം. ഇങ്ങനെ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കണം? പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ അവരെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതൊന്നും എന്റെ കർത്തവ്യമല്ല എന്ന് വിചാരിച്ച് തസ്ബീഹ്മാല മറിച്ചുകൊണ്ടിരിക്കൽ. പണ്ടൊക്കെ അമ്മായിമ്മമാര് എന്ന് പറയുന്ന ആൾക്കാർ തസ്ബീഹ്മാല മറിച്ചുകൊണ്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അനക്ക് ഞാൻ കാണിച്ചുതരാം എന്നാലും ഒരുപാട് ചീത്ത അറിയുകയും പിന്നീട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുകയും ചെയ്യുന്ന പഴയകാല ഉമ്മമാരെ പറ്റി പറയാറുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല. ഇബാദത്ത് ഇങ്ങനെ ചെയ്യുകയും അഖ്ലാഖ് തീരെ മോശമാവുകയും ചെയ്യുന്നു. അത് പറ്റൂല. ഇന്നത്തെ കുട്ടികളെ ഇങ്ങനെ ചേർത്ത് ഇരുത്തിയിട്ട് വേണം അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അവരുടെ വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കണം. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവരും സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കാൻ പറ്റണം. ഏതാ സ്നേഹം? റസൂലുള്ളാഹിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇതിൽ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് വഫാത്തായത് എന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് യുദ്ധഭൂമികയിൽ വീണുപോയത് എന്ന് അറിയുന്നവരൊന്ന് കൈപ്പൊക്കാമോ? ആരെങ്കിലും ഉണ്ട് അബൂ ദുജാന റളിയല്ലാഹു തന്നെ ഈ ലോകത്തോട് എങ്ങനെ വിട പറഞ്ഞു എന്നറിയുന്നവർ? ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കിയാട്ടെ. ഇതാണ് നമ്മുടെ കഥ. കാരണം പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പേര് കൂടിയുണ്ട്. എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിച എന്നാണ് അബൂ ദുജാന റളിയല്ലാഹു തആലനെ വിളിക്കുക. അതെന്താ അങ്ങനെ വിളിക്കാൻ കാരണം? ഉഹുദിന്റെ രണാങ്കണം വരുന്നതിന് മുമ്പേ ജസ്റ്റ് സ്റ്റോറി ഒന്ന് കേട്ടു നോക്ക്. ഈ കഥയും ഞാനും തമ്മിൽ ഒരു ചെറിയ ബന്ധം ഉണ്ടായതാണ്. ചെറിയ ബന്ധട്ടോ. ഈ കഥ ചെറുപ്പത്തിൽ കേട്ടത് മുതൽ അബൂ ദുജാന എനിക്ക് പേരുണ്ടായിരുന്നെങ്കിൽ ഒന്ന് നന്നായിരുന്നു എന്ന് എനിക്കൊരു മോഹമുണ്ടായി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ എനിക്കൊരു മോള് ജനിച്ചപ്പോ ഞാൻ അവൾക്കിട്ട പേര് ദുജാന എന്നാണ്. ഫാത്തിമ ദുജാന മെഹജബിൻ. അപ്പൊ ദുജാന എന്ന് അവൾക്ക് പേരുണ്ടാകുമ്പോ എന്നെ വെറുതെ എനിക്ക് സ്വന്തത്തിലെങ്കിലും വിളിക്കാലോ, അബൂ ദുജാന എന്ന്, ദുജാനയുടെ പിതാവ് എന്ന്. കാരണം അബൂ ദുജാന റളിയല്ലാഹു തആല അത്രയും പ്രധാനപ്പെട്ട സഹാബിയാണ്. ഇനി നിങ്ങൾ വളരെ വളരെ ശ്രദ്ധാപൂർവം ഈ കഥയൊന്ന് ഒറ്റ മിനിറ്റ് കൊണ്ടൊന്ന് കേൾക്കണം. അബൂ ദുജാന റളിയല്ലാഹു തആല ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കി. ഏത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവ്വലു മൻ ആമന ബി അബൂബക്കർ എന്ന് ആദ്യമായി പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ കൈ ഇങ്ങനെ പിടിച്ച് കുലുക്കിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് പറ്റി അബൂ ദുജാന? അബൂ ദുജാന റളിയല്ലാഹു തആല പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അമീറുൽ മുഅ്മിനീൻ, അന്ന് അമീറുൽ മുഅ്മിനീൻ ആയിട്ടില്ലെങ്കിലും പറയണം അബൂബക്കർ സിദ്ദീഖ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല
എന്നിട്ട് പറയാണ്, നിങ്ങളുടെ കൈ എത്ര ഭാഗ്യം ചെയ്ത കൈയാണ്. നിങ്ങളുടെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നത്. നിങ്ങളുടെ തോളത്ത് കൈയിട്ടുണ്ടല്ലേ നടക്കുന്നത്. നിങ്ങളെയല്ലേ കൂടെ കൊണ്ട് നടക്കുന്നത്. ഇത്രയും വലിയ ഒരു സഹാബിയല്ലേ നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ നിങ്ങളെ കുറിച്ചല്ലേ പേര് വന്നത്. ഇത് യഖൂലു ലിസാഹിബി, നിന്റെ സാഹിബിനോട് നീ പറഞ്ഞ സന്ദർഭമെന്ന്. സഹാബി എന്ന് നിങ്ങളെ കുറിച്ച് മാത്രമല്ലേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരാളെ പേരെടുത്തിട്ട് സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാഹിബ് എന്നാണ് വിശുദ്ധ ഖുർആൻ വിളിച്ചത്. ഇത് യഖൂലു ലിസാഹിബി, നിങ്ങളുടെ സാഹിബിനോട് നിങ്ങൾ പറഞ്ഞപ്പോ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കേണ്ട അബൂബക്കറെ, നമ്മളോടൊപ്പം അല്ലാഹു ഉണ്ടെന്ന് സൗർ ഗുഹയിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്ത് വന്നത് നിങ്ങളെ കുറിച്ചല്ലേ. നിങ്ങളെ കുറിച്ച് സഹാബി എന്ന് അല്ലാഹു പോലും വിളിച്ചില്ലയോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇതിങ്ങനെ വാഴ്ത്തി പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിക്കാണ്, അബൂ ദുജാന, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അബൂ ദുജാന എന്ന് പറഞ്ഞപ്പോ അബൂ ദുജാന റളിയല്ലാഹു തആല ആവശ്യപ്പെട്ടത്, എനിക്ക് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് ആലിംഗനം ചെയ്യണം. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിലാഷമാണ്, ഒരു ആഗ്രഹമാണ്. കാരണം അബൂ ദുജാന കറുത്ത ഒരു സഹാബിയാണ്, അടിമയെ പോലെ നടക്കുന്ന സഹാബിയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ അരികിലേക്ക് പോകാൻ തന്നെ ഒരു മടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ പ്രകാശദാബല്യമാണ്, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന, ചന്ദ്രനെ പോലെ ചന്ദ്രമുഖമുള്ള എന്നൊക്കെ നമ്മൾ പിന്നെ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് പോകാൻ തന്നെ മടി. അബൂ ദുജാന റളിയല്ലാഹു തആല പറയാണ്, ചിലപ്പോൾ സംസാരിക്കുമ്പോ എന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഞാൻ മെല്ലെ മുഖം താഴ്ത്തിക്കളയും. അത്രയും അപകർഷതാബോധത്തിന്റെ സഹാബി കൂടിയാണ് അബൂ ദുജാന റളിയല്ലാഹു തആല. ആ സഹാബിയ പറഞ്ഞത്, എനിക്ക് റസൂലുള്ളാഹി ഒന്ന് അണഞ്ഞൂട്ടി പിടിക്കണം, ഒന്ന് മുആനക ചെയ്യണം, അതിന്റെ ഒരു ആഗ്രഹമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു നിങ്ങളുടെ ആഗ്രഹത്തിനെ സഫലീകരിച്ചു തരട്ടെ, നിങ്ങളുടെ ആഗ്രഹത്തിന് സഫലീകരിച്ചു തരട്ടെ. അതൊരു വല്ലാത്ത പ്രാർത്ഥനയായി. ആകാശത്തിന്റെ കിരീടം, ആകാശത്തിന്റെ ആ വലിയ സിംഹാസനം അല്ലാഹു കുലുക്കി എന്നതിന്റെ അർത്ഥമാണ്. ആ ഒരു ദുആ ഉണ്ടല്ലോ, ആ പ്രാർത്ഥന, അത് അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്തു. ഉഹുദിന്റെ രണാങ്കണം വന്നപ്പോ ശത്രുപക്ഷത്തിൽ ആരോ വിളിച്ചു പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാകും, ഞാനിതാ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചൊല്ലിയതാണ് കേട്ടോ. സഹാബി ശത്രു പറഞ്ഞു, ഞാനിതാ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു, ഇന്നി ഖതൽതു മുഹമ്മദ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു. അത് യുദ്ധത്തിന്റെ ഒരു തന്ത്രമായിരുന്നു. ഓരോ ആളുകളും ഛിന്ന ഭിന്നമായി ഓടി പല ഭാഗത്തേക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന് ആളുകൾക്ക് തോന്നിപ്പോയി. ഈ വിളിച്ചു പറയുന്ന ആള് വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, കാരണം അത് ശത്രുപക്ഷക്കാരെ ഏൽപ്പിച്ച ആളാണ്. ഇന്നി ഖതൽതു മുഹമ്മദ, ഇന്നി ഖതൽതു മുഹമ്മദ, ഇന്നി ഖതൽതു മുഹമ്മദ. ആളുകൾ ഛിന്ന ഭിന്നമായി ഓടാൻ തുടങ്ങി. ഓടിയ ഭാഗത്തേക്ക് പലരും ഓടാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്യാ നബിയുടെ തല ഛേദിച്ചതുപോലെ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഈർച്ചവാള് കൊണ്ട് ഈർന്ന് വധിക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ റസൂലും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയോ എന്ന് ആൾക്കൂട്ടത്തിൽ കാണാനില്ലാതെ ശത്രുപക്ഷത്തിന്റെ കൂട്ടത്തിലേക്കും മധ്യത്തിലേക്കും മെരച്ചു കയറി പല ഭാഗത്തേക്കും ഓടിക്കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബി ഇങ്ങനെ കിടന്നോടുകയാണ്. അബൂ ദുജാന റളിയല്ലാഹു തആല നോടാണ്, ഐനർ റസൂൽ, ഐനർ റസൂൽ, ഫൈനർ റസൂൽ, എന്റെ റസൂൽ എവിടെ, എന്റെ റസൂൽ എവിടെ, എന്റെ റസൂൽ എവിടെ? അങ്ങനെ ഓടി ഒരു കുഴിയുടെ ഭാഗത്തെത്തിയപ്പോ ഒന്ന് രണ്ട് സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ശത്രുപക്ഷക്കാരെ അമ്പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹിയുടെ കവളിൽ നിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. ഇല്ല, ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടില്ല എന്ന് അബൂ ദുജാന റളിയല്ലാഹു തആല മനസ്സിലായി. ഓടിച്ചെന്ന് നോക്കുമ്പോ ഒരു ഭാഗത്തുനിന്നുണ്ട് രണ്ടാളുകൾ അമ്പെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ആളൊന്ന് മാറിയാൽ ഉന്നം തെറ്റാതെ വരും. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുമേനിക്ക് നേരെ ഇതാ ഇപ്പോ അമ്പ് വരുമെന്ന് കണ്ടപ്പോ അബൂ ദുജാന റളിയല്ലാഹു തആല ഓടുകയാണ്. ഓടി ചെന്നിട്ട് ആ പഴയ രംഗം കൂടി നിങ്ങൾ
ആലോചിക്കണം. അബൂബക്കറെ, എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ മോഹമുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ, റസൂലുള്ളാഹിയെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ മോഹമുണ്ട് അബൂബക്കറെ എന്ന് പറഞ്ഞപ്പോ കൈ പൊക്കിക്കൊണ്ട് അള്ളാഹു അത് സഫലീകരിച്ച് തരട്ടെ എന്ന് പറഞ്ഞില്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് ഓടി റസൂലുള്ളാഹിയെ കെട്ടിപ്പിടിക്കാൻ ഇത് ചരിത്രത്തിന്റെ ഭാഗം, ചരിത്രവും തമ്മിൽ യോജിച്ച ഭാഗം. അഥവാ അന്ന് അബൂ ദുജാന റളിയല്ലാഹു തആല കുപ്പായം ധരിച്ചിരുന്നില്ല. പടു ആയിട്ടുള്ള ആള്, അഥവാ പാവമായിട്ടുള്ള ആള്, ഒന്നിനും പറ്റാത്ത ആള്, അഥവാ തന്റെ ശരീരം കാണിച്ചുകൊണ്ട് വെറും പുൽക്കുളിന് താഴെ മാത്രം ഡ്രസ് എടുത്ത അബൂ ദുജാന റളിയല്ലാഹു തആല ചെന്ന് അണഞ്ഞു കുട്ടിപ്പിടിക്കുമ്പോ ഉസാസമയുടെ കബീസ് കീറിയിരുന്നു. ഉസാസമയുടെ ചെസ്റ്റുമായി യോജിക്കുന്ന ഒരു രംഗം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് കളപുരണ്ട, അല്ലെങ്കിൽ ഈ കാണുന്ന രക്തം പുരണ്ട ശരീരവും തമ്മിൽ ഒത്തുനിൽക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ഈ അമ്പയും ആളെ നോക്കിക്കൊണ്ട് അബൂ ദുജാന റളിയല്ലാഹു തആല പറഞ്ഞ വാക്കുണ്ട് ചരിത്രത്തിൽ, അമ്പയ്യുന്നവരെ എഴുതുകൊള്ളുക, ഇനി അബൂ ദുജാനക്കൊന്നും നോക്കാനില്ല എന്ന്. അമ്പയ്യുന്നവരെ എഴുതുകൊള്ളുക, ഇനി അബൂ ദുജാനക്കൊന്നും നോക്കാനില്ല. അമ്പുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. റസൂലുള്ളാഹിയെ അണഞ്ഞൂട്ടിപ്പിടിച്ച് അമ്പ് വരുന്ന ഭാഗത്തേക്ക് തന്റെ പുറം കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും പുറം കാണിക്കുന്നു. ഒരു മുടിമാരിടക്ക് പോലും എന്റെ റസൂലുള്ളാഹിക്ക് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അമ്പയ്യുന്നവരെ എഴുതുകൊള്ളുക, അബൂ ദുജാന മാറില്ല. അപ്പോഴും നല്ല ചെവിയിൽ മന്ത്രിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൈകൾ തളരുന്നുണ്ട്, കാലുകൾ തളരുന്നുണ്ട്, നിങ്ങളെ വിടില്ല ഞാൻ. നിങ്ങളുടെ ഒരു രോമത്തിൽ പോലും പോറലേൽപ്പിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുന്ന റസൂലേ. അങ്ങനെ റസൂലുള്ളാഹിയുടെ ആ ഒരു ശരീരത്തോട് ചേർന്ന് നിന്ന് ആവനാഴിയിലെ അമ്പുകൾ തീരും വരെ തന്റെ പുറത്ത് അമ്പുകൾ ഏറ്റുവാങ്ങിയ, അങ്ങനെ ഈ ലോകത്തിൽ തളർന്നില്ലാതെയായ സഹാബിയുടെ പേരാണ് അബൂ ദുജാന റളിയല്ലാഹു തആല. ആ അബൂ ദുജാന റളിയല്ലാഹു തആലയെ പോലെ വിശ്വാസത്തെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. തനിക്കെന്തെങ്കിലും ശരി, തനിക്കൊന്നുമില്ലെങ്കിലും ശരി, തനിക്കെന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി, എനിക്കെന്റെ അല്ലാഹു മതി, പിന്നെ അല്ലാഹുവിന്റെ റസൂലും മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്നേഹമായിരിക്കണം നമുക്ക് ഓരോരുത്തരോടും ഉണ്ടാകേണ്ടത്. ആ സ്നേഹത്തിന്റെ ഒരു മറുവശമുണ്ട്. ഇന്ന് വർഗീയതകളാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഹൈന്ദവരും മുസൽമാനും മറ്റുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവിതർക്കങ്ങളിലാണ്. ഓരോരുത്തരും പരസ്പരം യുദ്ധങ്ങൾ ചെയ്യാൻ, മനസ്സുകൊണ്ടെങ്കിലും യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ അവിടെയും നമ്മൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കണം. എന്തിനാണെന്നറിയോ? വഫാത്താകാൻ സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന ലോട്ടയും തന്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളും ഒരു പാവം ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറയാണ്. ഇത് സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കല്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല മരുമകനാണ്. മദീന കണ്ട ഏറ്റവും വലിയ മരുമകൻ കൂടെയുണ്ട്. അന്ന് സഹാബാക്കളിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഏറ്റവും വലിയ സമ്പന്നനാണ്. ഇവരൊക്കെ ഉണ്ടായിരിക്കെ ഇത് കൊണ്ടുപോയി കൊടുത്തത് ജൂതന്റെ വീട്ടിലാണ്. എന്നിട്ട് പറഞ്ഞു, അതിന് പകരമായി എന്തെങ്കിലും ഒന്ന് തരാൻ. വഫാത്തിനോട് അടുത്ത സമയം ആലോചിച്ച് നോക്കണം നമ്മൾ. ഇത് സമ്പത്തില്ലാത്തതുകൊണ്ടല്ല, അയൽവാസി ആരായിരുന്നാലും അദ്ദേഹത്തെ മാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കണമെന്നും വഫാത്തിന്റെ സമയത്തും റസൂലുള്ളാഹി പഠിപ്പിച്ചു എന്നതാണ്. നോക്കും, ഫത്ഹായ സമയത്ത് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് എന്റെ സമൂഹത്തിൽ ഞാൻ അന്ന് തരുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് മദീനക്കാരായ അന്നത്തെ ക്രിസ്ത്യൻ സമൂഹത്തോട്, അന്നത്തെ ജൂത സമൂഹത്തോട്, അന്നത്തെ വിശ്വാസമില്ലാത്തവരോട്, വിശ്വസിക്കുന്ന മുശ്രിക്കുകളോട്, ഇവരോടെല്ലാവരോടും കൂടിയിട്ട് മുസ്ലിം സമൂഹത്തിന് ഞാൻ അന്ന് കൊടുക്കുന്നതിനേക്കാൾ, അഥവാ ഏറ്റവും വലിയ നിർഭയത്വം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മനസ്സുകൊണ്ട് കാത്തു സൂക്ഷിക്കണം. ഒരു മനുഷ്യരോടും വർഗീയത പാടില്ലെന്ന് അഥവാ വർഗീയവാദികൾ നശിച്ചു പോകട്ടെ എന്ന് 3 തവണ ആവർത്തിച്ചു പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വർഗീയതയുടെ ലാഞ്ചന പോലും നിങ്ങൾ ഉണ്ടാകരുതെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും ഈ പ്രവാചകൻ യുദ്ധം ചെയ്തില്ലേ എന്ന്, എന്നിട്ടും ഈ പ്രവാചകൻ വാളുകൊണ്ട് ഏറ്റുമുട്ടിയില്ലേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ സാഹചര്യം നമ്മൾ അറിയണം. മക്കയിൽ നിന്ന് പാവം സഹാബാക്കളോടൊപ്പം കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയി.
അറിയാലോ നിങ്ങൾക്ക് ഹിജ്റ പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നു അവിടുന്ന് മദീനയിലേക്ക് എത്തി. മദീനയിലെത്തിയിട്ട് പിന്നെയും ആൾക്കാർ ഇങ്ങനെ കടന്നിട്ട് തുളുങ്കാൻ, വല്ലാണ്ട് ആക്രമിക്കാൻ. ആ സമയത്ത് പിന്നീട് ഒരു അവസരം വന്നപ്പോ അവരൊന്ന് ചെറുത്ത് നിൽക്കാൻ വേണ്ടി പോയി. അതല്ലാതെ ഏതെങ്കിലും ആളുകളെ കടന്നാക്രമണം നടത്തിയ ഒരു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കഴിയില്ല. ഇങ്ങോട്ട് വരുമ്പോ ചെറുത്ത് നിൽക്കണ്ടേ? ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ വേണ്ടി പാകിസ്ഥാൻ വരുമ്പോ, ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ചൈന വരുമ്പോ നമ്മൾ ഏറ്റവും ശക്തമായി നിൽക്കണ്ടേ? മലപ്പുറം ജില്ല രൂപീകരിച്ച സമയത്ത്, മലപ്പുറം ജില്ല രൂപീകരിച്ചത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നും പാലക്കാട് ജില്ലയിൽ നിന്നും തൃശൂർ ജില്ലയിൽ നിന്നൊക്കെ കുറേശ്ശെ എടുത്തിട്ടാണ്. മലപ്പുറം ജില്ല രൂപീകരിച്ച പരാക്രിയം പറയല്ല. എന്നാൽ ആ മഹാനുഭാവനവും ഇവിടെ സ്മരിച്ചുകൊള്ളട്ടെ. മലപ്പുറം ജില്ല രൂപീകരിച്ച സമയത്ത് അന്ന് യുവാവായിരുന്ന, ഇന്നത്തെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു വലിയ BJP പ്രവർത്തകൻ, അദ്ദേഹം RSSകാരൻ കൂടിയാണ്. അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്ന് പ്രസംഗിച്ചത്, ഇനി കോയയുടെ മക്കള് ഇതാ ഈ താമൂരും പരപ്പനങ്ങാടി കലപ്പുറത്തൊക്കെ കടപ്പുറത്തൊക്കെ പാകിസ്ഥാൻ കപ്പൽ കൊണ്ടുവന്ന് ഇറക്കുമെന്നാണ്. കോയ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്ക് മനസ്സിലായോ? CH മുഹമ്മദ് കോയ സാഹിബ്. കോയയുടെ മക്കൾ കൊണ്ടുവന്ന് ഇറക്കുമെന്നാണ്. ഞാൻ രാഷ്ട്രീയം പറയില്ല, വ്യത്യസ്ത രാഷ്ട്രീയക്കാരെ കൂട്ടത്തിലുണ്ടാകുന്നു. അന്ന് അടൽ ബിഹാരി വാജ്പേയി എന്നറിയപ്പെടുന്ന കവിയും പ്രഭാഷകനുമായ മനുഷ്യന് CH മുഹമ്മദ് കോയ സാഹിബ് കൊടുത്തൊരു മറുപടിയുണ്ട്. അങ്ങനെ എങ്ങാനും പാകിസ്ഥാന്റെ പടക്കപ്പലുക മലപ്പുറം ജില്ലയിലെ താനൂരിലും ഈ പറയുന്ന പരപ്പനങ്ങാടിയിലും അപ്പുറത്തെ തിരൂരിലുമൊക്കെ വന്നിറങ്ങിയാൽ ഒരിക്കലും ഇന്ത്യയുടെ സൈന്യം പോലും വേണ്ടി വരില്ല. കോയയുടെ മക്കൾ പാകിസ്ഥാന്റെ കപ്പലിനെ ഇതായി കടലിൽ ആഴ്ത്തിക്കളയും. അതാണ് ഞങ്ങളെന്ന് അന്ന് വിളിച്ചു പറഞ്ഞ മഹാനുഭാവന്റെ പേര് കൂടിയാണ് CH മുഹമ്മദ് കോയ സാഹിബ് എന്ന്. അതുകൊണ്ട് ശത്രുപക്ഷക്കാര് വരുമ്പോ ഇന്ത്യയുടെ കൂടെ നിൽക്കുക എന്നത് നമ്മുടെ സമരമുഖമാണ്. ഇതേപോലെ അന്ന് മദീനയെ ആക്രമിക്കാൻ വന്നവരോട് എതിരേറ്റു എന്നത് സത്യമാണ്. അതൊരു രാഷ്ട്രത്തലവൻ ചെയ്യേണ്ടതാണ്. അതിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് വേറെ കോലത്തിലേക്ക് കൊണ്ടുപോകല്ലേ. അവസാന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകളെ കൊന്ന സൈനബ് റളിയല്ലാഹു തആല കുന്തം കൊണ്ട് പിന്നെ കുത്തിയിട്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ബൈ ദ സെയിം റീസൺ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ വിട പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകളുടെ ഘാതകനെ മക്കം ഫതഹിന്റെ അന്ന് എല്ലാവരും കൂടി ചങ്ങലയിൽ ബന്ധിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ചരിത്രം വായിച്ചു നോക്കി നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ മകൾ സൈനബിനെ കൊന്ന ഘാതകനെന്ന് ഫാത്തിമ മനുഷ്യനെ നോക്കി. ബുദ്ധിമതിയായ ഇന്ത്യയുടെ ആനി ബസന്റ് പിന്നീട് ഇന്ത്യ വിട്ടു പോയെങ്കിലും ആനി ബസന്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഇതിന് പകരമായ ഒരു രംഗം ലോക ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ലോക ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഏത് രംഗം അറിയാം? തന്റെ ഘാതകനെ, മകളുടെ ഘാതകനെ മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ്. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ഫാത്തിമ പറയാണ്, നിങ്ങൾക്ക് പോകാം, എനിക്ക് നിങ്ങളോടൊരു വൈരാഗ്യവുമില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, നിങ്ങൾ സ്വതന്ത്രരാണ്. ഇങ്ങനെ പറഞ്ഞ ഏത് ലോക നേതാവാണ് ഈ ലോകത്തിലുള്ളത്? സ്വന്തം മകളെ കൊന്ന ഘാതകനെ കൊണ്ടുവന്നിട്ട് ജഡ്ജിയാണ്, ഭരണാധികാരിയാണ്, എല്ലാമാണ് അവിടെ. വിധിക്കാനെല്ലാം വിശ്വാസമൊക്കെ എന്നിട്ടും പറഞ്ഞ് നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്. ഈ വിശ്വാസത്തെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. മൂന്നാമതായി ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാൻ അധികം സമയം മുന്നോട്ട് പോകില്ല, വളരെ കുറഞ്ഞ സമയം നിങ്ങളൊന്ന് കേൾക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇബാദത്തിലായിക്കൊണ്ട് നമ്മൾ കഴിയില്ല. ഈ വിശ്വാസ പ്രമാണം നമുക്ക് ശരിയായാൽ ഏത് ചിത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയായ അള്ളാഹുവിലേക്ക് തിരിയലും ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹിക്കലും ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്നറിയോ? ഇത് ഈമാനിയാത്ത് എന്നാ പറയാ. പിന്നെ നമ്മുടെ ഇബാദത്തുകളാണ്. റമദാൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ഏതെന്നറിയുമോ? റമദാനിൽ മാത്രം നടക്കുന്ന ചില ഇബാദത്തുകളുണ്ട്. അതൊന്നും നോമ്പാണ്. ആ നോമ്പിന് നിഷ്കർഷയോടുകൂടി ചെയ്യാൻ നമുക്ക് പറ്റുന്നത് എല്ലാവരും ചെയ്യുന്നവരാണ്. പക്ഷെ നോമ്പെന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഈ നോമ്പെന്ന് പറയുന്നത് വിശന്നിരിക്കലാണ് എന്ന്. കണ്ണിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്. ശ്വാസമ പറഞ്ഞു, എത്രയെത്ര എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കൊണ്ട് പൈതാഹം സഹിക്കുന്നു എന്നതല്ലാതെ അവർക്ക് യാതൊരു പ്രതിഫലവും കിട്ടുകയില്ല, ഒരു പ്രതിഫലവും കിട്ടുകയില്ല. ഇത് ക്രൂരമായ വാക്കൊന്നുമല്ല. തന്റെ കണ്ണുകൾക്ക് നോമ്പുണ്ട്, തന്റെ കാതിന് നോമ്പുണ്ട്, തന്റെ നാക്കിന് നോമ്പുണ്ട്. മോശപ്പെട്ടത് പറയാതിരിക്കുക, ഗീബത്തും നമീമത്തും പറയാതിരിക്കുക, മോശമായ കാഴ്ചകൾ കാണാതിരിക്കുക, മോശമായി സംസാരിക്കാതിരിക്കുക. ഇങ്ങനെ എല്ലാം നോക്കുമ്പോഴേ നോമ്പാകൂ. അപ്പോഴേ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകാനും പറ്റും.
നോമ്പ് എന്തിനാണ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇന്നല്ലാഹ മഅസ്വാഇമീൻ എന്ന് ഖുർആനിൽ എവിടെയുമില്ല. ഞാൻ നോമ്പുകാരോടൊപ്പമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയുമില്ല. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കിയത്, മുമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന് വിശുദ്ധ ഖുർആൻ. ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് എന്തിനാണ്? For what purpose? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തഖ്വയുള്ളവരാകണം. ആ തഖ്വയുടെ ഒന്നാമത്തെ ഭാഗം നോമ്പ് നല്ല രീതിയിൽ ചെയ്യണം. അപ്പൊ നോമ്പിന്റെ മുമ്പ് ഇനി 2 ദിവസം കൂടി ബാക്കിയുണ്ട്. ഈ 2 ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നനച്ചുകൂടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഇവിടെ അങ്ങനെ തന്നെ നമ്മളെന്തായാലും പറയാം, വീടൊക്കെ വൃത്തിയാക്കി കഴുകുന്നതിന് ഞങ്ങളുടെ നാട്ടിലെ നനച്ചുകൂടി എന്നാ പറയാം. ഇപ്പൊ വീടിന്റെ ഡോറ് കറക്റ്റ്, ജനല് കറക്റ്റ്, വീടൊക്കെ ശുദ്ധിയായി. പക്ഷെ നമ്മൾ ഹൃദയം അങ്ങനെ തന്നെ കിടക്കുന്നു. ഹൃദയം അമ്മായിമനേറ്റുള്ള പ്രശ്നം അങ്ങനെ തന്നെ ഉണ്ട്. അത് ഇതുവരെ നമ്മൾ മോപ്പിട്ട് കഴുകിയിട്ടുണ്ടാവില്ല. പിന്നെ ജ്യേഷ്ഠന്റെ ഭാര്യ, അനുജന്റെ ഭാര്യ, അവരായിട്ടുള്ള ചെറിയ ഇഷ്യൂ അങ്ങനെ തന്നെ ഉണ്ടാവും. എന്നിട്ടാണ് നമ്മൾ നോമ്പിലേക്ക് കടക്കുന്നത്. അത് നോമ്പിന്റെ മുമ്പ് ഇതെല്ലാം ഒഴിവാക്കണം. അത് ഹജ്ജിന് വേണ്ടി കാത്തിക്കണം. പാവങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഹജ്ജും കൂടിയാണ് ഈ നോമ്പിന് ജുമാഅത്താന്ന് മനസ്സിലാക്കുക. അവർ നമ്മൾ നല്ല വൃത്തിയുള്ള ഹൃദയത്തോടു കൂടി നോമ്പിലേക്ക് കടക്കുക. നോമ്പിലേക്ക് സുന്ദരമായി കടന്നിട്ട് എല്ലാവർക്കും പുറത്തു കൊടുക്കുക. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണട്ടാ, അന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് വിളിച്ചാൽ ചീത്ത അറിയുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും അയച്ചില്ല. ഇപ്പൊ എളുപ്പമല്ല മാപ്പ് വയ്ക്കാൻ. വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചാൽ നമ്മൾ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എന്താക്കണം നിങ്ങൾ മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ അയച്ചിട്ടാണ്. അത് അയാൾ കണ്ടെക്കണം. ബ്ലൂടിക്ക്, ഇപ്പൊ ബ്ലൂടിക്കൊക്കെ എല്ലാവരും പൂത്തി വെച്ചിട്ടുണ്ട്. ഡബിൾ ടിക്ക് വന്നിട്ടുണ്ടെന്നെങ്കിലും നോക്കണം. എന്നിട്ട് നോമ്പിലേക്ക് എന്താക്കണം? കടക്കണം. രാഷ്ട്രീയപരമായ വൈരാഗ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ, കുടുംബപരമായ വൈരാഗ്യം പറഞ്ഞിട്ടുള്ള അതിന്റെ പേരിൽ നമ്മൾ നോമ്പിലേക്ക് കടക്കേണ്ടത് അങ്ങനെയാണ്. രണ്ടാമത്തത് നോമ്പ് എന്ന് പറയുന്നത് സുന്ദരമായിട്ട് കൊണ്ടുപോകുമ്പോ ഈ നോമ്പിൽ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് ഇതുവരെ സക്കാത്ത് കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോമ്പിനത് കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചിരിക്കാം. നമ്മുടെ ചെലവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കൊല്ലം മാസം പണ്ടം മാറ്റില്ല, ആഭരണം മാറ്റില്ല, അതല്ല ചെലവ്. അവനവന് കഴിയാനുള്ള വക കഴിഞ്ഞ് ബാക്കി എന്തൊക്കെയുണ്ടോ അതിന് സക്കാത്ത് കൊടുക്കണം. നമ്മളൊരു പറമ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിൽക്കാനുള്ള പറമ്പാണെങ്കിൽ അതിന്റെ 2.5% കണക്കൂട്ടി കൊടുക്കണം. നമ്മുടെ കടകളിലെ, ഷോപ്പുകളിലെ എല്ലാ രീതിയിലുള്ള കടങ്ങളും ഇതൊക്കെ നോക്കിയിട്ട് ബാധ്യതകളില്ലാത്ത കമ്മിറ്റി സ്റ്റോക്കുകൾ എടുത്ത സ്റ്റോക്കിന് കൊടുക്കണം. എന്തൊക്കെ കൊടുക്കാനുണ്ടെന്നറിയാം. ഇല്ലെങ്കിൽ അതെല്ലാം മലീമസമാണ്. പറയുമ്പോ ഞാൻ പറഞ്ഞേച്ചു പോകും. നിനക്ക് അത്രയും കുറച്ച് ആൾക്കാരെങ്കിലും കിട്ടിയിട്ട് നീ ഇത് പറഞ്ഞില്ലയോ എന്ന് നാളെ മഹ്ശറയിൽ പഠിച്ചോ ചോദിക്കാതിരിക്കാൻ. ഞാനൊരു പ്രസ്ഥാനത്തിന്റെ ആളുമല്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്ന സുന്ദരമായ മൂല്യത്തിലൂടെ കടന്നു പോകുന്നു. ഒരു പ്രസ്ഥാനത്തിന്റെയും മെമ്പറല്ല. എല്ലാവരുടെ പരിപാടിക്കും ഞാൻ പോകാറുണ്ട്. കൃത്യമായി ശാഫിഈ മദ്ഹബ് അനുസരിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്ന ആ മേഖലയോട് കടന്നു പോകുന്നു. എന്റെ ഉലമാക്കൾ ലോകോത്തര ഉലമാക്കളാണ്. ലോകത്തിൽ തഖ്വയോടുകൂടി നടക്കുന്ന ഒരു മനുഷ്യരെയും കുറ്റപ്പെടുത്താത്ത ഉലമാക്കളുടെ ശിഷ്യനായി പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ഉലമാക്കളെയും നമ്മൾ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഒരു നാളെ അല്ലാഹു ചോദിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞോട്ടെ, 10.5 പവനിൽ കൂടുതലുള്ള ആഭരണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തർക്കങ്ങളൊക്കെ നമുക്ക് മാഷറവൻ സഭയിൽ കൊണ്ടുപോയി നാട്ടാക്കാം. ഇതിപ്പോ പറയാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് പറയാണ്. നിങ്ങൾ പറയുന്നോണ്ടൊന്നും തോന്നരുത്. 10.5 പവനാണ് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ കണക്കനുസരിച്ചിട്ടുള്ളത്. 10.5 പവനിലെ കൂടുതൽ നിങ്ങളുടെ വീട്ടിൽ ആഭരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ 2% നിങ്ങൾ കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ അണിയുന്നത് അഗ്നിസ്ഫുലിംഗമാണ്, തീയാണ് ആഭരണമായി ധരിക്കുന്നത് എന്ന് പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നും. അപ്പൊ ചില എന്നെ പോലുള്ള ചില തരികിട ഉസ്താദുമാർ, ഞാൻ എന്നെ കൂട്ടിട്ട് പറയണം, നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാ ഉസ്താദുമാരും കേട്ടോ, നല്ല ഉസ്താദുമാരെ കൂടുതലുള്ളൂ. നിങ്ങളത് എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ റമദാൻ കണ്ട് ഇട്ട് ഇറങ്ങാൽ മതി, പെരുന്നാൾക്ക് അഴിച്ചാൽ മതി. അപ്പൊ അതെന്തായി, അത് ഉപയോഗിക്കുന്ന ആഭരണമായി എന്ന് പറഞ്ഞു തരും. പടച്ചോനെടുത്തേക്കാണ് ചെല്ലിങ്ങൾ. പടച്ചോനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാസം എടുത്തേക്കുക, പിന്നെ സക്കാത്ത് കൊടുക്കാനുള്ള സമയത്ത് ഇടുക. എന്നിട്ട് കഴിഞ്ഞാൽ പടച്ചോൻ ഇങ്ങനെ ഞാവതുമില്ല പൊട്ടനായിട്ട് ഇരിക്കുകയാണല്ലോ അവിടെ. നിങ്ങളെ കണക്കൂട്ടലൊന്നും അറിയാതെ കൃത്യമായിട്ട് കൊടുത്തേ പറ്റൂ. പെണ്ണുങ്ങളെ വിചാരം ഞങ്ങൾക്ക് സക്കാത്തൊന്നും കൊടുക്കാനില്ല എന്നാണ്.
നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാണ്ട്, ഇല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ ഉപയോഗിക്കും. ആ ഉപയോഗിച്ചതിന്റെ ലാഭം എടുത്ത് കൊടുക്കുക. അല്ലാതെ അങ്ങനെ 100 രൂപ വീട്ടിൽ അല്ലെങ്കിൽ ബാങ്കിൽ ലോക്കറിൽ കൊണ്ടുവച്ചിട്ട് കൊടുക്കാതെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തീക്കട്ടയാണെന്ന് നിങ്ങൾ ആലോചിക്കും. ഞാൻ പറഞ്ഞേച്ചു പോവാൻ, ആരതിനെ എതിർത്താലും നാളെ യൂട്യൂബിൽ വന്നിട്ട് അതിന്റെ താഴെ അങ്ങനെയല്ലല്ലോ എങ്ങനെയെന്ന് പറഞ്ഞാലും ഞാൻ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഉലമാക്കൾ, എന്റെ അറിവിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഉലമാക്കളില്ല. ആ ഉലമാക്കൾ പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂരിന്റെ വാക്കല്ല, ഒരുപാട് ഉലമാക്കളുടെ പറ്റം ഒരു സംഘത്തിന്റെ വാക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നു. 10 പവന്റെ അപ്പുറത്തുണ്ടെങ്കിൽ നിങ്ങളത് കൊടുത്തേ പറ്റൂ. അത് വെറുതെ പറ്റിക്കാൻ വേണ്ടി അപ്പുറത്തിട്ട് ഇപ്പുറത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടെന്ന് പറയണ്ട. സക്കാത്ത് കൃത്യമായി നിങ്ങൾ കൊടുത്തേ പറ്റൂ. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നോക്കിക്കോ, നമ്മുടെ മക്കൾ ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ട് പറയുന്നു, സക്കാത്ത് കണക്ക് കൂട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ വഴികെട്ടു പോകുന്നത് മരണത്തിനു മുമ്പേ നമ്മൾ കാണേണ്ടി വരും. ആ തലമുറയിൽ ഒരുപാട് വഴികെട്ടു പോകുന്ന മനുഷ്യരുണ്ടാകുന്നത് നമ്മൾ കാണേണ്ടി വരും. നല്ല സാലിഹായ ആളുകൾക്ക് മോശപ്പെട്ട പേരമക്കൾ ഉണ്ടാകുന്നത് നമ്മൾ കാണേണ്ടി വരും. കാരണം അവിടെ രക്തത്തിലൂടെ ഒഴുകുന്നതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടുന്ന സമ്പത്തിന്റെ അംശമെടുത്തിട്ട് നമ്മൾ തന്നെ ഉപയോഗിച്ചത്. മൂന്നാമത്തെ ഏറ്റവും വലിയ തഖ്വ വിശുദ്ധ ഖുർആനായിട്ട് നമ്മൾ ഏറ്റവും വലിയ ബന്ധമുണ്ടാക്കലാണ്. ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കലാണ്. അതിലേക്ക് യൂട്യൂബിലേക്ക് പോകാം, ഉസ്താദുമാരെ പഠിപ്പിക്കുന്ന പഠനങ്ങളുണ്ട്, അതിലേക്ക് പോകാം. ഒരു ഉസ്താദിനെ വെക്കാതിരിക്കലും ഖുർആൻ ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ പോകരുത്. കാരണം അത് മൻസൂഖായ ആയത്ത് എന്താണ്, നുസ്ഖ് ചെയ്തത് ഏതാണ്, കംപ്ലീറ്റ് ആയത് ഏതാണ്, ഇതൊക്കെ പഠിക്കാൻ നിർബന്ധമാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും അതെന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, കാരണം അതിങ്ങനെ കൂർവയായിട്ട് പറഞ്ഞതാ. ആ കൂർവയുടെ കഥയെന്ത് എന്നൊക്കെ നമ്മൾ പഠിക്കണം. ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാതെ ഈ ലോകത്ത് നിന്ന് നമ്മൾ മരണപ്പെട്ടു പോകരുത്. നാളെ മഹ്ശറ സഭയിൽ നീ ഇന്നതൊക്കെ പഠിച്ചില്ലേ, ഈ പറയുന്ന കൊറോണ വന്നപ്പോ നീ എന്തൊക്കെ ടെക്നോളജി പഠിച്ചു, നിങ്ങൾ യൂട്യൂബ് പഠിച്ചില്ലേ, നിങ്ങൾ സോഷ്യൽ മീഡിയ പഠിച്ചില്ലേ, പൈസ എങ്ങനെയാണ് നെറ്റിലൂടെ അയക്കുക എന്ന് നിങ്ങൾ പഠിച്ചില്ലേ, അക്കൗണ്ട് എങ്ങനെയാണ് എടുക്കുക എന്ന് നിങ്ങൾ പഠിച്ചില്ലേ. എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക സംരക്ഷകനായ അല്ലാഹുവിനാണെന്നും അവൻ അർ റഹ്മാൻ റഹീം, എന്താണ് റഹീം എന്നും എന്താണ് റഹ്മാൻ എന്നും, മാലിക് യൗമിദ്ദീൻ, വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥൻ ആരാണെന്നും, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ചോദിക്കുകയും ചെയ്യുന്നു എന്ന മാത്രത്തിന്റെ അർത്ഥം എന്താണെന്നും, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലൂടെ ഞങ്ങൾ നീ കൊണ്ടുപോകണമേ എന്നും, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിക്കപ്പെട്ടവരുടെ മാർഗത്തിൽ മാത്രം, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിലല്ല, വലല്ലാലിൻ, നീ പിഴപ്പിച്ചവരുടെ മാർഗത്തിലുമല്ല, വഴിപിഴപ്പിച്ചവരുടെ മാർഗത്തിലുമല്ല എന്ന് പറയുമ്പോ ആരാണ് വഴിപിഴപ്പിച്ചവർ, ആരാണ് ഗളബ് അഥവാ കോപിച്ചവർ, ആരാണ് യഥാർത്ഥത്തിൽ നല്ല വഴിയിൽ പോയവർ, അതുകൊണ്ട് എന്താണ് ലോക ഹിസ്റ്ററിയിൽ കണക്കാക്കപ്പെടുന്നത്, ഇതെല്ലാം പഠിക്കാതെ ഈ ലോകത്ത് നിന്ന് പോകാൻ പാടില്ല. വെറും ഹൃദം തീർക്കുന്ന ആളുകളായി നമ്മൾ മാറുന്നേ, അത് നിങ്ങൾ തീർത്തോ, ഓരോ ഹർഫിനും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടും. പക്ഷേ എന്താണ് എന്റെ അല്ലാഹു എന്നോട് പറഞ്ഞത് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം. സക്കാത്തിന് പുറമെ ആളുകളുടെ മുമ്പിലേക്ക് നമ്മൾ പോയി കൊണ്ടുകൊടുക്കണം. ഇങ്ങോട്ട് വരാതെ കാത്തുസൂക്ഷിക്കുകയും വേണം. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ഫഖ്റുണ്ടാകും, ഒരു അഹന്ത, ആ പാവത്തിനൊരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടാകും. നേരെ മറിച്ച് അയാളുടെ വീട്ടിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ കണ്ട് കൊണ്ടുവരുമ്പോൾ ഒന്ന് ഫോട്ടോ എടുത്ത് അതിലൊന്നെടുത്ത് മൊബൈലിലൊന്നെടുത്തത് ഇന്നാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇമാതിരി പരിപാടിക്കൊന്നും നിൽക്കല്ലേ. അതൊക്കെ ചിലപ്പോൾ ഗ്രൂപ്പായിട്ടൊരു പ്രചോദനത്തിന് വേണ്ടി ആകാമെന്നതല്ലാതെ പ്രചോദനത്തിന് വേണ്ടി മാത്രം രഹസ്യമായി നമ്മൾ കൊടുക്കൂ. നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ആ പാവങ്ങളെന്ന് മനസ്സിലാക്കൂ. പിന്നെ കൃത്യമായി സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കിക്കൊള്ളട്ടെ, വളരെ ശ്രദ്ധിച്ചുകൊള്ളുക. നിങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടുന്ന ചില ഔറാദുകൾ പറയാം, അതും കൂടി റമദാന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യണം. 1-ാമത്തെ 10, 2-ാമത്തെ 10, 3-ാമത്തെ 10 ചെല്ലുന്നത് എന്താ നിങ്ങൾക്ക് അറിയാം. പക്ഷേ പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചു വെക്കണം. കടങ്ങളുണ്ടോ ഉറപ്പായിട്ടും മാറണമെന്ന് പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ മലയോളം അല്ലെങ്കിൽ തിരമാലകളോളം കടങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെങ്കിലും ഉറപ്പായിട്ടും അത് വീട്ടിത്തരിക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു നമ്മളോട് പ്രഖ്യാപിച്ച വിശ്വാസം നമ്മളോട് പറഞ്ഞ ആ ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. ഇനി നിങ്ങൾക്ക് രോഗമുണ്ടോ, ആ രോഗം ഉറപ്പായിട്ടും ഈ പ്രാർത്ഥന ചൊല്ലി
ചൊല്ലിയാൽ ഉറപ്പായിട്ടും അതിനെ മാറ്റിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ പ്രാർത്ഥന യക്കീനോടുകൂടി ചൊല്ലിയാൽ അത് മാറ്റിത്തരിക തന്നെ ചെയ്യുമെന്ന ഉറപ്പോടെ اللهم اذهب البأس رب الناس واشف انت الشافي لا شفاء الا شفاؤك شفاء لا يغادر سقما എന്ന പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ നമ്മുടെ മക്കൾ നന്നാകാനും നല്ല രീതിയിലാകാനും മാതാക്കൾക്ക് ആഗ്രഹമുണ്ടോ? ربنا هب لنا من ازواجنا وذرياتنا قرة اعين എന്ന് പറയുന്ന ദുആന്റെ ഖുർറത അയ്യുനും വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് നമ്മൾ കൂടുതലായിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഈ ലോകത്ത് നിന്ന് കാവൽ വേണോ? ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ നിന്ന് മോക്ഷം വേണോ? അല്ലാഹുമ്മ ഹഫ്ളനാ യാ ഹഫീദ മിൻ കുല്ലി ആഫത്തിൻ വമുസീബത്തിൻ വഅംറാദി എന്നുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾ കൂടുതൽ ചൊല്ലിക്കൊണ്ടേയിരിക്കേണ്ടത്. ഇത്തരം പ്രാർത്ഥനകൾ ചൊല്ലിയാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഈ കാണുന്ന പല ആൾക്കാരുമുണ്ടല്ലോ, പ്രായം ചെന്ന ആൾക്കാർ, നല്ല ദീനിയായിട്ട് നടക്കുന്ന ആൾക്കാർ, ഇങ്ങനെ കുറെ ദുആകളൊക്കെ ചൊല്ലിയിട്ടാണ് അവരെ മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളോട് എല്ലാവരോടും ഈ റമദാൻ വെച്ചിട്ടൊന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ട് പറയണം. ഇതിലേതെങ്കിലും പെൺകുട്ടികള് അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ അവരോടൊരു വാക്ക്, ഇന്ന് ഏറ്റവും കൂടുതലായി മോശപ്പെട്ട പദങ്ങളിലേക്ക് പോകുന്നത് വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥിനികളുമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അങ്ങനെ പറയാൻ ആളല്ല എങ്കിലും കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഇതേപോലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു, ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ അന്തം വിട്ടുന്നറിയോ, കാണാൻ നല്ല മനോഹരിയായ ഒരു പെൺകുട്ടി ഇപ്പുറത്താകട്ടെ ഒന്നിനും പറ്റാത്ത മെലിഞ്ഞുണങ്ങിയ, ഞാൻ അങ്ങനെ ഒരു ഇത് പറയല്ല, പിന്നെ ഒരിക്കലും ബോഡി ഷേമിങ് പറയല്ല, ഇതുമായി ഒരു മാക്സിമം ഇല്ലാത്ത ഒരു പെണ്ണ് ഇഷ്ടപ്പെടാൻ 4-5 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്നുപോലും ഇല്ലാത്ത ഒരു പയ്യനാണ്. ആ പയ്യൻ മറ്റൊരു ജാതിയിൽപ്പെട്ട പയ്യനെന്ന് ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, മോളെ എന്താണ് നീ അവനെ പ്രണയിക്കാനുള്ള കാരണം? എന്തെങ്കിലും ഇങ്ങനെ അവനെ കട്ടയായിട്ട് പ്രണയിക്കുന്നത്? ഒരു പെണ്ണ് 5 കാരണങ്ങളാലാണ് ഒരു ആൺകുട്ടിയെ ഇഷ്ടപ്പെടുക. ആ 5 കാരണങ്ങൾ ഞാൻ പെൺകുട്ടിക്ക് എണ്ണിക്കൊടുത്തു. അതിലൊന്നും ഞാൻ അവനിൽ കാണുന്നില്ലല്ലോ മോളെ, എന്നിട്ടും എന്തേ നീ അവനെ പ്രണയിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഈ പെൺകുട്ടി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അത് അവൻ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ടാണ് എന്താക്കിയത്, ചാറ്റിങ് തുടങ്ങിയത്. ഏതോ ഒരു നല്ല കാസർഗോഡ് മൊഞ്ചന്റെ നല്ലൊരു ഫോട്ടോ വെച്ചിട്ടാണ് തുടങ്ങിയത്. ഇത് ഇവനെന്നാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ചാറ്റ് ചെയ്ത് അവസാനം ഞാൻ മോശപ്പെട്ട ചില പിക്ചറുകൾ അവൻ അയച്ചു കൊടുത്തു. സാർ, വളരെ മോശമായ പിക്ചറായിരുന്നു അത് മൈക്കിലൂടെ പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് അവൾ പറഞ്ഞു, അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തു സാർ. അയച്ചു കൊടുത്തപ്പോ അവന്റെ സ്വഭാവം മാറി. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും, ഇത് ഞാൻ ആളുകളെ അറിയിക്കും, അതുകൊണ്ട് നീ ഇന്നടത്തേക്ക് വരണം, ഇന്നെ പോലെ ആകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങി സാർ. അവസാനം ഞാൻ വീട്ടിൽ വിവരറിയിച്ചപ്പോ അവൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുള്ള ഉറപ്പുമായി. അതുകൊണ്ട് ഇനിയിപ്പോ പിന്നെ കല്യാണം കഴിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് എന്ന് ഈ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥിനികളോട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് എന്താണെന്നറിയോ? ഇവിടെയുള്ള ആൺകുട്ടികളൊക്കെ നല്ല ആൺകുട്ടികളാണ്. ഞാൻ ഇവരെ കുറിച്ചല്ല പറയുന്നത്. മിക്കവാറും ആൺകുട്ടികളുടെ ഒരു സൈക്കോളജി ഉണ്ട്. ഒരേ സമയം 3-4 ആൾക്കാർക്ക് ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഉള്ളവരെ പറ്റിയല്ല പറഞ്ഞു കേട്ടോ. ഒരേ സമയം 3-4 ആൾക്കാരുണ്ടാവും. അതിലാരാണ് കയറി കുത്തുന്നത് പോലെ പിന്നാലെ ഇങ്ങനെ കൂടുകയാണ്. ഇത് എല്ലാ സമയത്തും ഉണ്ടാകുന്നതാണ്. ഇതൊരു തരം സുവോളജിയാണ്. അത് പിന്നീടൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അഥവാ അങ്ങനെയാണ്, ആ ഒരു ലെവലിലാണ് ആണുങ്ങളെ പടച്ചോൻ സൃഷ്ടിച്ചിട്ടുള്ളത്. തെക്കുവയോടുകൂടി നടക്കുന്നവരുമുണ്ട്, അല്ലാന്നല്ല ഞാൻ പറയുന്നത്. എന്തിനാ ഈ കാണുന്ന ഈ മുഴുവൻ ഇത്തരത്തിലുള്ള തീസും ഡിങ്കോയ്സ് ഒക്കെ വരുന്നതെന്നറിയോ? പെൺകുട്ടികളായിട്ട് സ്വതന്ത്രമായിട്ട് നടക്കണം. അതിന് വാപ്യം എന്നൊന്നും പറയാൻ പാടില്ല. ഓഫീസിലായാലും എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് കുറെ പെൺകുട്ടികൾ കൂടെ വേണം. അതിന് പിന്നെ പടച്ചോനെ കുറ്റപ്പെടുത്തി, ദീനിനെ കുറ്റപ്പെടുത്തി, ഉമ്മാനിപ്പാനെ കുറ്റപ്പെടുത്തിയാൽ പിന്നെ ഉമ്മിപ്പം ചോദിക്കാൻ വേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ മനസ്സിനൊരു പടപ്പ് വരും, പാപ്പനും ഉമ്മാനും പേടി വരും, പടച്ചോനെ പേടി വരും. അപ്പൊ അതിനൊന്നും ഇല്ലാതാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇമാതിരി കാര്യങ്ങളൊക്കെ. ആ ഒരു മോശത്തരത്തിലേക്ക് ആൺകുട്ടികളിൽ ചിലർ പോകുമ്പോ അതിൽ കൊത്തുന്ന ഇയാം പാറ്റകളായി നമ്മൾ മാറരുത്. അതൊരു വിളക്കാണെന്ന് വിചാരിച്ച്, നല്ല കാര്യമാണെന്ന് വിചാരിച്ച് ചാടും. പാവം ഈയാം പാറ്റകൾ അതിന്റെ വർണ്ണം കണ്ട്, ആ സംസാരത്തിന്റെ പൊലിമ കണ്ട്, ആ സുന്ദരമായ വചനം കണ്ട് നമ്മൾ പക്ഷെ അങ്ങോട്ട് ചിലപ്പോൾ ചാടും ഓർക്കണേ, കരിഞ്ഞില്ലാതെയായി പോകുന്ന ചാട്ടമാണത്. കേരളത്തിലെ മലബാർ പ്രദേശത്ത് നിന്ന് 3000-ലേറെ ആളുകൾ അങ്ങനെ ചാടിപ്പോയത്രേ. ആ ചാടിപ്പോയ ആളുകൾ ആരും അങ്ങനെ നിൽക്കാതെ അവർ വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കാണ്. മടങ്ങുമ്പോ സ്വന്തം ഉപ്പ പറയാണ്, ഞങ്ങൾക്കാകൂല നിന്നെ ഏറ്റെടുക്കാൻ. ഉമ്മ പറയാണ്, ഞാൻ ഇങ്ങനെ മോളെ പ്രസവിച്ചിട്ടില്ലാന്ന്. അവർ കല്യാണം കഴിച്ച കുട്ടികളാളും കൂടിയാണെങ്കിൽ മക്കള് പറയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഉമ്മയില്ലാന്ന്. ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് ചാപല്യത്തിന്റെ ലോകത്തിലേക്ക് കടന്നു പോകുന്നത് എന്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ, നിങ്ങളെല്ലാവരും ഈ ഉമ്മത്തിനെ എടുത്ത് പറക്കേണ്ടവരാണ്. ഈ പറയുന്ന
അഹ്ലൻ ബിക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുമ്പോൾ, റമദാനെ സ്വാഗതം ചെയ്യുമ്പോൾ സുന്ദരമായി പോകാൻ നമുക്ക് പറ്റണം, ബന്ധങ്ങളെ ഒന്നിപ്പിക്കാൻ നമുക്ക് പറ്റണം, മനുഷ്യരാശിയെ ഒന്നിപ്പിക്കാൻ നമുക്ക് പറ്റണം. ഈ റമദാൻ മറ്റുള്ളവർക്ക് ഒരു സന്ദേശമാകണം. ഇവിടെ ഏതെങ്കിലും ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ, മാനസിക ആശുപത്രികൾ ഉണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ എവിടെയെങ്കിലൊക്കെ ഡ്രഗ് അഡിക്ഷൻ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടത്തേക്കൊക്കെ ഭക്ഷണം എത്തിച്ചു ആ കുട്ടികൾക്കൊക്കെ മാറ്റം കൊടുത്തു. അതിന്റെ കൂടി ആയിരിക്കണം നമ്മൾ. നിങ്ങളുടെ ഈ ക്യൂ എന്നറിയപ്പെടുന്ന നിങ്ങളുടെ ഈ സംഘടനയുണ്ടല്ലോ, ഈ സംഘടന ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് പറയുമ്പോൾ KMC എന്ന് പറയുന്നതിന്റെ അബ്രിവിയേഷൻ ഉണ്ടാകും, അതിന്റെ ഫുൾ ഫോം ഉണ്ടാകും. എല്ലാ ദിവസവും കിറ്റ് എത്തിക്കും. ആ കിറ്റ് മുമ്പുള്ളവർക്ക് മാത്രം എത്തിക്കുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും അത്താഴ പട്ടിണിക്ക് കിടക്കുന്ന ആളുകളുണ്ടോ എന്ന് നോക്കണം. ഒരു മുസൽമാനെ അയൽവാസിയായിട്ട് എനിക്കുണ്ടാകുമ്പോ എന്റെ പട്ടിണി അവസാനിക്കുമെന്ന് ഇവിടുത്തെ ഹൈന്ദവർക്ക് മനസ്സിലാകണം, ഇവിടുത്തെ ക്രിസ്ത്യൻ ജനതയ്ക്ക് മനസ്സിലാകണം. അതുകൊണ്ട് മാനവരാശിക്ക് ഒരുപോലെ വിശപ്പുണ്ട്. ഒരു മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അത് സക്കാത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്തിച്ചോളൂ. പട്ടിണി കിടക്കുന്നതിന്റെ വീട്ടിലെത്തിക്കലും ഇതിന്റെ ഭാഗമാണ്. ഈ KCM അതിന്റെ ഭാഗമായി കുറെ കാര്യങ്ങൾ ചെയ്തതാണ്. അത് ഇനിയും ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള മഹല്ലുണ്ട്, കുറുമ്പത്തൂർ മഹല്ല്. ഞാൻ ഇവിടുന്ന് വിവാഹം കഴിച്ചിട്ടുള്ളത്. അതിന്റെ പള്ളിപ്പണി നടക്കുമ്പോ 3.5 കോടിയുടെ പള്ളിയാണ്. ഞാൻ അതിന്റെ പ്രസിഡന്റായ ആളോട് ചോദിച്ചു, ഞാനും തരട്ടെ എന്തെങ്കിലും, ഞാൻ ഇപ്പുറത്തെ മഹല്ലിലെ ആളാണ്. അതുകൊണ്ട് എന്നോട് പറഞ്ഞല്ലോ, നിങ്ങളെടുത്തുനിന്ന് മാത്രം വാങ്ങിയാൽ, എന്നോട് ഭയങ്കര പരിചിതമായ നല്ല മനുഷ്യനാണ്, നിങ്ങളെടുത്തുനിന്ന് മാത്രം വാങ്ങിയാൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഇത് തരുന്നുണ്ട്. ഞങ്ങളെ മഹല്ലേര് മാത്രം എടുത്തിട്ടുള്ള പള്ളിയാണത്. എന്താ മഹല്ലേര് മാത്രം അങ്ങനെ ഇത് നടക്കുക. ഉടനെ തന്നെ മൂപ്പര് പറഞ്ഞത് എന്താണെന്നറിയോ, അത് ഞങ്ങൾ സ്ത്രീകളില്ലേ എന്ന്. ഞങ്ങളെ സ്ത്രീകളുണ്ടല്ല ഇവിടെ എന്നാണ് ആ പറഞ്ഞത്. നമ്മൾ അന്വാർത്ഥത്തിൽ കണ്ടതെന്താണെന്നറിയോ, ഹൈദരലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കവേ ഉദ്ഘാടനത്തിന് നാളെ അദ്ദേഹം വരാൻ വേണ്ടി പോവാൻ ഇന്ന് പെണ്ണുങ്ങളെ കാണിക്കുന്ന പള്ളി, ആ പള്ളിയുടെ പണി മൊത്തത്തിൽ അവർ നടന്ന് കാണുമ്പോ പാവം ഓരോ സ്ത്രീകളും കരഞ്ഞുകൊണ്ട് ഓരോ തൂണിൽ തൊടുന്നുണ്ടായിരുന്നു. ഓരോ ഇതും എന്റെ പ്രിയപ്പെട്ടവരെ പറയാണ്, അഥവാ ഒരു ചുമരിലും തൊട്ട് കരയുന്നുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, ഈ ചുമരിൽ എവിടെയോ എന്റെ ചെയ്യുന്നുണ്ട്, ഈ കാണുന്ന ഭിത്തിയിൽ എവിടെയോ എന്റെ മൂതരമുണ്ട്, ഈ കാണുന്ന പള്ളിയുടെ കല്ലുകൾ എവിടെയോ എന്റെ ഒരു നെക്ലസ് ഉണ്ട് എന്ന് ഓരോ സ്ത്രീയും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയലായിരുന്നു. ആ പള്ളിയിലാണ് നാളെ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി വെക്കാനുള്ളത്, നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി വെക്കാനുള്ളത്. ആ പള്ളിയിൽ നിന്നിട്ടാണ് ഈ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കാനുള്ളത്. ആ സമയത്ത് നിങ്ങൾ കൊടുത്തതിന്റെ ആ ഒരു അവസ്ഥ അന്നും അവിടെ ഉണ്ടാകും. ഇത് ഇങ്ങനെ നൽകിയ പെണ്ണാണ് എന്ന് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ അവർ സാക്ഷി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന ഓർഗനൈസേഷന്റെ കൂടെ നിങ്ങളും ഉണ്ടാകുക. ഈ റമദാൻ സാർത്ഥകമാക്കുക, മനുഷ്യരോടുള്ള ബന്ധം പൂർത്തിയാക്കുക, അല്ലാഹുവോടുള്ള ബന്ധം പൂർത്തിയാക്കുക, സാമ്പത്തികപരമായ കാര്യങ്ങൾ തീർക്കുക, മനുഷ്യർ പരസ്പരം സ്നേഹിക്കുക, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിക്കുക. അതോടൊപ്പം ഈ മാസം ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ, തഹജ്ജുദ് തുടങ്ങാത്തവർക്ക് തുടങ്ങാനുള്ള മാസം കൂടിയാണ്. തഹജ്ജുദ് ഭയങ്കര ഈസിയായ മാസമാണ്. ഏതായാലും അത്താഴത്തിന് നീക്കണം. അത്താഴത്തിന് ബാങ്ക് കൊടുത്തിട്ടല്ലോ എണീക്കല്, ജസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എണീക്കുക. അരമണിക്കൂറിൽ 1 മണിക്കൂർ എന്നാണ് ഞാൻ അങ്ങനെ പറയുന്നില്ല, നടക്കുന്നത് പറയാം. അരമണിക്കൂറെങ്കിലും ഉല്ലസ്കരിച്ച് പാവം സ്ത്രീകൾ അവൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആണുങ്ങളോട് എനിക്ക് പറയാനുള്ള ഇങ്ങൾക്കും പാവതൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് നേരത്തെ എണീക്കും. ആ അരമണിക്കൂറിനുള്ളിൽ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കും. തുടങ്ങാത്തവര് തുടങ്ങുക, പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. റമദാനിലെ തഹജ്ജുദ് നിസ്കരിക്കാതിരിക്കുക, അത് വലിയ ക്രൂരതയാണ്. ആ സമയത്ത് എണീറ്റിട്ട് പോലും 2 റക്അത്ത് നിസ്കരിക്കാതെ നേരെ കണ്ണും തിരുമ്പി പ്രശ്നം ചെയ്ത് നേരെ പോയിട്ടാണ്ട് ഇരിക്കാണ് തിന്നാൻ. തിന്നു കഴിയുമ്പോഴേക്കും അല്പം ബാങ്കും കൊടുത്തിട്ടുണ്ടാവും. 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം. കാരണം ഈ ഖുർആനിൽ ഇതുവരേക്കും പറഞ്ഞ ഖുർആനിൽ ഒരു നിസ്കാരത്തിന്റെ പേരും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞ ദുഹാ സമയം എന്നാണ് അർത്ഥം, ദുഹാ നിസ്കാരം എന്നല്ല. അസ്ർ നിസ്കാരമല്ല, അതിന്റെ അർത്ഥം കാലം തന്നെയാണ്, സത്യമെന്നാണ്. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞില്ല, നിങ്ങൾ ഇന്ന സമയത്ത് നിസ്കരിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു പോയി എന്നല്ലാതെ പേരെടുത്ത് പറഞ്ഞ ഒരൊറ്റ നിസ്കാരമുണ്ട് ഖുർആനിൽ. ശേഷം എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് എന്ന വാക്ക് തന്നെ ഖുർആൻ ഉപയോഗിച്ചു. ഉന്നതമായ ഒരു മഖാമിലേക്ക്, വലിയൊരു സ്ഥാനത്തിലേക്ക് അല്ലാഹു നിങ്ങളെ നിയോഗിച്ചേക്കാം. അതുകൊണ്ട് രാത്രി എഴുന്നേറ്റിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു. തഹജ്ജുദിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്.
പ്രതിഫലമുണ്ട്. അതെല്ലാം നീയത്ത് വെക്കുക. അതിമനോഹരമായി നമ്മുടെ ഈ കാണുന്ന സായം ഗുണം പോലെ റമദാനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ഇങ്ങനെ റമദാനിൽ ഓരോന്നായി ചെയ്തു സുന്ദരമായ റമദാനാക്കാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള അർത്ഥത്തിലും എഴുന്നേറ്റ് നിന്നാട്ടെ എല്ലാവരും. ഈ പറയുന്ന രീതിയിൽ വിശ്വാസങ്ങളുടെ സ്നേഹവും ഇതേപോലെ നല്ല രീതിയിൽ സക്കാത്ത് കൊടുക്കലും ഖുർആൻ പഠിക്കലും ഇതേപോലെ ഇബാദത്തിൽ ശ്രദ്ധിക്കലും പ്രത്യേകിച്ച് തഹജ്ജുദ് തുടങ്ങലും ആളുകളോടുള്ള ബന്ധങ്ങൾ ശരിയാക്കലും ഈ കാണുന്ന KMC പോലെയുള്ള ഓർഗനൈസേഷന് സാമ്പത്തികപരമായ സഹായങ്ങൾ നൽകലും അങ്ങനെ വൃത്തിയുള്ള സുന്ദരമായ ഒരു ലോകമാക്കി ഈ ലോകത്തിനെ അഥവാ ഈ ലോകത്തിനെ തീർക്കാൻ ഈ റമദാനെ ഹേതുകമാക്കുന്നുള്ള ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടൊന്ന് കൈപൊക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ നമുക്ക് എല്ലാവർക്കും ഓർമ്മിക്കാം. ഇതിനെ തയ്യാറാക്കിയ ഇതിന് എല്ലാ സാഹചര്യവും നൽകിയ KMC-ക്കൊരായിരം അഭിവാദ്യങ്ങൾ. اللهم أنت ربنا وأنت ولينا في الدنيا والآخرة عليك توكلنا وإليك أنبنا وإليك المصير. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. اللهم اهدنا واهد الناس جميعا. اللهم يسر عسيرنا وسهل أمورنا مع الراحة في قلوبنا وأبداننا يا أرحم الراحمين. اللهم احفظنا يا حفيظ من كل آفة ومصيبة وأمراض يا أرحم الراحمين. اللهم أذهب البأس رب الناس واشف أنت الشافي لا شفاء إلا شفاءك شفاء لا يغادر سقما. اللهم إنا نعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. اللهم حسن مرادنا واشف أمراضنا واقض حاجاتنا واغفر ذنوبنا يا غافر المذنبين. ربنا رب ارحمهما كما ربونا صغارا. اللهم اغفر لهم وارحمهم وعف عنهم يا أرحم الراحمين. اللهم بارك لنا في هذا الشهر رمضان. اللهم بارك لنا في هذا رمضان. اللهم بارك لنا في هذا شعبان. اللهم بارك لنا في هذا الرجب والشعبان. اللهم بارك لنا في بركة رضوان. اللهم أنت ربنا وأنت ولينا في الدنيا والآخرة عليك توكلنا وإليك أنبنا وإليك المصير. اللهم بارك في هذا الرمضان يا أرحم الراحمين. اللهم أنت ربنا وأنت ولينا في الدنيا والآخرة عليك توكلنا وإليك أنبنا وإليك المصير. حسبي الله ونعم الوكيل نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ഈ ഉള്ളവനും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റമദാൻ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണേ. ഒരു പക്ഷേ ഈ കാണുന്ന നമ്മളെല്ലാവരും ചിലപ്പോൾ സംസാരിക്കുന്ന ഞാനാകാം, നിങ്ങളാകാം, ഒരു പക്ഷേ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കണമെന്നില്ല. ഇതിൽ ആരെങ്കിലും ഒരു പക്ഷേ ഞാൻ പേടിപ്പിക്കല്ല കേട്ടോ, ചിലപ്പോൾ ഈ റമദാനിൽ പോയെന്നിരിക്കാം. അതുപോലെ നമ്മളാണ് അല്ലെങ്കിൽ ഞാനാണ് എന്ന് സ്വന്തം ചിന്തിച്ചുകൊണ്ട് പോവുക. നമ്മളെ ലാസ്റ്റ് റമദാനെന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് റമദാനുകൾ കുറച്ച് നമുക്ക് തരട്ടെ. പക്ഷെ നമ്മുടെ ചിന്ത അങ്ങനെ ആയിരിക്കണം. സുന്ദരമായി നമ്മൾ ഇൻഷാ അല്ലാഹ് റമദാനെ കാണുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എപ്പോഴും നിങ്ങൾ KMC-യുടെ കൂട്ടത്തിൽ ഉണ്ടാകണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.